Welcome all to Christ College Open Course Fair. I am Vijay Vishwanathan. In today's session, we are discussing the control flow statements, loops. In loops, we can repeatedly execute some statements a number of times. Okay, the loops are of different types. They are while loop, do while loop, and for loop. And now we are going to explain in details what is while loop. Okay, while loop എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് 3 തരം ലൂപ്പാണ് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് while loop. നമുക്കത് നോക്കാം. ഒരു സിൻടാക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. while കണ്ടീഷൻ ശേഷം കീഴ് ബ്രാക്കറ്റ്സിനുള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ്. while loopൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ എന്ന് പറയുന്നത് നോർമലി ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും. ആ ബൂളിയൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുള്ളൂ. എന്നാൽ മാത്രമേ ആ ലൂപ്പിനുള്ളിലുള്ള ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ കേളി ബ്രേസിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനുള്ളിലേക്ക് കിടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ മാത്രം ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ട്രൂ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നില്ല, ആ ഒരു ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എക്സിക്യൂട്ടും ചെയ്യില്ല. ഓക്കെ, ഇത് ഫോൾസ് ആണെങ്കിൽ, ഈ ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ. ഇനി ട്രൂ ആണെന്ന് ധരിക്കുക, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി, അപ്പോൾ അതിനുള്ള എക്സ്പ്രഷൻ ഫോൾസ് ആവുന്ന എത്ര വരെയോ അത്ര ടൈം, അത്രയും നമ്പർ ഓഫ് ടൈംസ് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മളിത് ഇത് ഈ ഒരു കണ്ടീഷൻ ഓരോ തവണയും ഓരോ ഇറ്ററേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫോൾസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊരു ലെവലിലാണ് ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്നത് അത്രയും ടൈം ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോൾസ് ആവുന്ന സമയത്ത് ഈ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നു, പുറത്തേക്ക് പോരുന്നു. അങ്ങനെയാണ് while ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നോക്കാം. അപ്പോൾ നമുക്ക് ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു HTML ആണ്. HTML തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് സ്പേസ് ലാഭിക്കാൻ വേണ്ടി ഞാൻ ആ സ്ക്രിപ്റ്റിൻ്റെ ഭാഗം മാത്രമേ ഇവിടെ എടുത്ത് എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ബോർഡിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഹെഡ് HTML ഹെഡൊക്കെ ഉണ്ട്. ഓക്കെ, സ്ക്രിപ്റ്റിൽ നമ്മൾ എന്ത് എഴുതി, 2 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, ഐയും സമ്മും. ഐ എന്ന് പറയുന്നത് ഐട്രേഷൻ വേരിയബിളാണ്, സമ്മാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൽ സം കാണാനാണ്. അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സം എത്ര നമ്പർ വരെ ലൂപ്പ് ചെയ്യുന്ന ഓരോ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സം ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ സം കാണുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 തൊട്ട് 10 വരെ ഈ ഐയെ ലെസ് ദാൻ ഈക്വൽ ടു 10, 10 വരെ ആവുന്നവരെ ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 10 ആകുന്നവരെ ലൂപ്പ് വർക്ക് ചെയ്യുന്നു. ഓരോ ടൈമിലും സം ആയിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, ഐയുടെ വാല്യൂ സം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സം എന്ന് പറയുന്നത് 0 ആണ്, സ്റ്റാർട്ടിങ്ങിൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാണ് ഐ ലെസ് ദാൻ ഈക്വൽ ടു 10 ആണോ, ആണ്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഐയുടെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഓക്കെ, ലൂപ്പിൽ കയറി. ഇനി നോക്കുകയാണ് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ സം എന്ന് പറയുന്നത് 0 + 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ + 1. സ്റ്റാർട്ടിങ്ങിൽ ഐ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 + 1 2. അപ്പോൾ ഈ ഒരു ഇത് കഴിയുമ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2i. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഇവിടേക്ക് വരുന്നു. ഓക്കെ, നോക്കുകയാണ് ഐയുടെ വാല്യൂ എന്താണ്, ഐ ലെസ് ദാൻ ഈക്വൽ ടു 10 ആണോ. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 2 ആണ്. ഓക്കെ, 2 ലെസ് ദാൻ ഈക്വൽ ടു 10 ആണോ, അതെ, ട്രൂ ആണ്. 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 10 ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് വരുന്നു സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോഴത്തെ കേസിൽ സമ്മിൻ്റെ വാല്യൂ എത്രയാണ്, സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണല്ലോ. ഓക്കെ, 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് ഇവിടുത്തെ ഐയുടെ വാല്യൂ എന്താണ്, ഇപ്പോൾ 2 ആണ്. അപ്പോൾ 1 + 2 എത്രയാണ്, 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐട്രേഷനിൽ, സെക്കൻഡ് ഐട്രേഷനിൽ സമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐ എന്ന് പറയുന്നത് ഇപ്പോൾ 2 ആണ്. 2 + 1 എത്രയായി, 3 ആയി. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് പോകുന്നു. ഇവിടേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നു, എന്താണ്, ഇവിടെ 3 ആണ്. 3 ലെസ് ദാൻ ഈക്വൽ ടു 10 ആണ്.
അപ്പോൾ ഓരോ കേസിലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര വരെ? I 10 ആകുന്നത് വരെ. ഓക്കെ, 10 ആയിക്കഴിഞ്ഞ് ഓക്കെ 10 ആകുമ്പോഴും എന്താണ് ഈക്വൽ ടു 10 വരെയാണ്. 10 ആകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇതിലേക്ക് കയറുന്നു. അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ എന്താണ് 10 എന്നുള്ളത് 10 + 1 11 ആകുന്നു. 11 ആകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇവിടേക്ക് പോകുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 11 ആണ്. 11 < 10 ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ്. അപ്പോൾ എന്താവുന്നു? ഇതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. എക്സിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ പ്രിൻറ്റ് ചെയ്യാണ് അല്ലേ, document.write പ്രിൻറ്റ് ചെയ്യുന്നു സം ഈസ്. ആ സമയത്ത് സമ്മിൻ്റെ വാല്യൂ എത്രയാണ്? ആ വാല്യൂ നമ്മളിവിടെ എഴുതുന്നു. ഓക്കെ, പ്രിൻറ്റ് ചെയ്ത് വരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സം ഈസ് ഈക്വൽ ടു 55 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ. ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അനദർ looping statement is do while. Do while is used when if we want to execute the statement at least once, even if the condition is false. In these cases we use do while loop. Okay, you can see the syntax. Syntax എങ്ങനെയാണ്? do അതിനുശേഷം കേളി ബ്രേസസിനുള്ളിലാണ് statements. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ അതിനുശേഷം അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എക്സിക്യൂട്ട് ആവുന്നു. അതിനുശേഷമാണ് ബ്രേസസ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് വൈൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഡൂവിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ എന്തായാലും അത് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അതിനുശേഷം എക്സിക്യൂട്ട് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ആ ഒരു ലൂപ്പിലേക്ക് കയറുന്നു, എക്സിക്യൂട്ട് ആവുന്നു. എത്ര തവണ എക്സിക്യൂട്ട് ആവുന്നു? ആ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ എക്സിക്യൂട്ട് ആവുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് ഇതിൽ തന്നെ അത് ഫോൾസ് ആവണമെങ്കിൽ തന്നെയും ഒരു തവണ അറ്റ്ലീസ്റ്റ് ഒരു തവണ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയിരിക്കും. അപ്പോൾ നിർബന്ധമായ ഒരു തവണയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഡു വൈൽ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണ നമ്മൾ വയൽ കണ്ടപ്പോൾ കണ്ട സെയിം എക്സാമ്പിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളെന്താണ് സ്ക്രിപ്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്ക്രിപ്റ്റിൽ നമ്മുടെ 2 വേരിയബിൾസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഐക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ട്. 1 എന്ന് സം 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡു സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സം കാണാണ്. അപ്പോൾ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പോൾ എന്താണ് ഇവിടെ 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 0 ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ സം എന്ന് പറയുന്ന ഫസ്റ്റ് ഇറ്ററേഷനിൽ 1 ആണ്. ഓക്കെ, പിന്നെ അതിന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. എന്താണ് 1 + 1, അപ്പോൾ എത്രയായി? 2 ആയി. ഈ ഇറ്ററേഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ 2 ആണ്. നമ്മളിവിടെ ചെക്ക് ചെയ്യാണ് എന്താണ് ട്രൂ ആണോ എന്ന്. അപ്പോൾ I < 10 ആണ്. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2 < 10 ആണോ? ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ലൂപ്പ് ഇവിടേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ കേസിൽ എന്താണ് സം 1 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് വാല്യൂ വരുന്നത്? 1 ആണ്. 1 + ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഇത് 2 ആയിരുന്നു വാല്യൂ അല്ലേ, 2. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇറ്ററേഷനിൽ സം എന്ന് പറയുന്നത് 3 ആയി മാറി. ഓക്കെ, ഇവിടെ 2 ആയിരുന്നു. 2 + 1 3 ആയി മാറി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വീണ്ടും ചെക്ക് ചെയ്യുന്നത് അപ്പോൾ 3 ആണ്. ഇവിടെ 3 < 10 ആണെന്ന് നമ്മൾ നോക്കുന്നു. 3 ട്രൂ ആണ് കണ്ടീഷൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ലൂപ്പ് ഇവിടേക്ക് പോകുന്നു. അങ്ങനെ എത്ര തവണ പോകുന്നു? ഓക്കെ, എത്ര തവണ പോകുന്നു? ഈ ഒരു കണ്ടീഷൻ I < 10 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആക്കുന്നവരെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് നോക്കാം. ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ 10 ആയെന്ന് നോക്കാം. ഓക്കെ, ഐയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഐയുടെ വാല്യൂ I < 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, നമ്മൾ വീണ്ടും ഇവിടേക്ക് പോകുന്നു. ഓക്കെ, ഇവിടേക്ക് പോയിട്ട് എന്താ ചെയ്യുന്നത്? സം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഐ എന്നുള്ളത് എന്തായി? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ എന്താവുന്നു? 10 ആണ്. ഇവിടെ 1 ആണ്. 11 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ 11 കിട്ടി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്?
ലെസ് ദാൻ ഈക്വൽ ടു 10 ആണോ എന്ന്. അല്ല, ട്രൂ അല്ല, ഫോൾസ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോരാണ്. എക്സിറ്റ് ചെയ്ത് പോരുമ്പോൾ പിന്നെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് സം. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ഫൈനലായിട്ട് ഏതാണ് സം കണ്ടുവച്ച്, സമ്മിലുള്ള വാല്യൂ എന്താണോ ആ സം ഇവിടെ അസൈൻ ചെയ്യുന്നു. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഔട്ട്പുട്ട് നമ്മൾ ഡിസ്പ്ലേ ആവുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്, ഡു വൈലിൽ വർക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡു വൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊരു കണ്ടീഷനിലാണ്, നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കേളി ബ്രേസസിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ല ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഡു വൈൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാവുന്നത് ലൂപ്സിൽ ലാസ്റ്റ് വൺ ആണ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ഈസ് യൂസ്ഡ് വെൻ വി നോ ദ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് പ്രീ ഡിഫൈൻലി നോ. ഓക്കെ, എത്ര ടൈം നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള നമ്പർ മുന്നേ കൂട്ടി അറിയുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 10 ടൈംസ് അങ്ങനെ ഒരു നമ്പർ ഓഫ് ടൈംസ് നമുക്ക് മുന്നേ അറിയാം. ആ ഒരു കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നു, ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ഓക്കെ, സിംഗിൾ ലൈനിലാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കും, നമ്മൾ സ്ക്രിപ്റ്റിങ്ങിൽ മാത്രമല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ കൂടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഫോർ ലൂപ്പ്. ഓക്കെ, നോക്കാം നമുക്കത്. ഫോർ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെമിക്കോളൻ കണ്ടീഷൻ, സെമിക്കോളൻ അപ്ഡേഷൻ, ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേരിയബിൾ, ലൂപ്പിംഗ് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുകയോ അസൈൻ ചെയ്യുകയോ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു വേരിയബിൾ ഉണ്ട്, ലൂപ്പിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾ, അത് ഇനീഷ്യലൈസ് ചെയ്യുകയോ അതല്ലെങ്കിൽ അതിനൊരു വാല്യൂ അസൈൻ ചെയ്യുകയോ ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട്, ഈ ഒരു സ്റ്റേജ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ ഒരു കണ്ടീഷനാണ് ഇവിടെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൂ, നമ്മൾ ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷമാണല്ലോ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കേൾ ബ്രേസസിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യം തന്നെ ഇവിടെ നോക്കുന്നു, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് നോക്കിയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷനും കൂടി നോക്കുന്നു, ട്രൂ ആണോ എന്ന് നോക്കുന്നു. ട്രൂ ആകുന്ന കേസിൽ എന്ത് ചെയ്യുന്നു, കേൾ ബ്രേസസിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഒരു ഫസ്റ്റ് ഐറ്ററേഷൻ ചെയ്യുന്നു. ഫസ്റ്റ് ഐറ്ററേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്ന് നോക്കുകയാണ് കണ്ടീഷൻ ട്രൂ ആണോ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അല്ല, അതിന് മുന്നേ നമ്മൾ കാര്യം ചെയ്യണം, നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ ആ ലൂപ്പിംഗ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യണം. അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുകയോ ഡിക്രിമെൻ്റ് ചെയ്യുകയോ ചെയ്യണം. അതാണ് അപ്ഡേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ് ആ ലൂപ്പിംഗ് വേരിയബിളിനെ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യുന്നത്. അതാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താ നടക്കുന്നത് വെച്ചാൽ, ആദ്യം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അവിടെ ആ ഒരു വാല്യൂവിന്, നമ്മുടെ ആ ലൂപ്പിംഗ് വേരിയബിളിന് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് ഒരു ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ലൂപ്പിനകത്തേക്ക് കയറുന്നു, കേൾ ബ്രേസസിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണെങ്കിൽ ഇതിനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ സെക്കൻഡ് ഇറ്ററേഷൻ കംപ്ലീറ്റ് ആയി. ഇത് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര വരെ, ഇവിടെ ആ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ. ഓക്കെ, അങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ്. നമ്മളിതുവരെ ലൂപ്സ് നോക്കിയ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സെയിം എക്സാമ്പിൾ തന്നെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു ആക്ച്വലി ആ ഒരു ലൂപ്പിംഗ് ഓരോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും പെട്ടെന്ന് മനസ്സിലാവാനാണ്. ഓക്കെ, സെയിം എക്സാമ്പിൾ വെച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തന്നെയാണ്. എന്ന് പറഞ്ഞ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സം
സമ്മാണ് കാണുന്നത് അല്ലേ. 10 വരെയുള്ള നമ്പറുകളിൽ സം കാണാനുള്ള പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ നോക്കാം. ഇതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഇവിടെയാണ് ആ ഒരു ലൂപ്പിംഗ് വേരിയബിളിനെ എന്ത് ചെയ്യുന്നത്, വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം അത് ചെയ്തു. പിന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇതാണ് കണ്ടീഷനാണ്. ഇത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് ചെക്ക് ചെയ്ത് ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ കയറിയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ആഡ് വാല്യൂ 1 ആണ്. ഓക്കെ, 1 > 10 ആണോ? അപ്പോൾ ട്രൂ, ഈ കേസിൽ അത് ട്രൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നേരെ ഉള്ളിൽ കയറുന്നു, എന്നിട്ട് സം കാണുന്നു. സം എന്ന് പറയുന്നത് ഇനീഷ്യലൈസിൽ 0 ആണ്, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 കിട്ടി. സം = 1 ഇവിടെ കിട്ടി. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നേരെ ഇവിടേക്ക് പോകുന്നു, ഇതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആകുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആയിരുന്നു, ഇൻക്രിമെൻ്റ് ആകുമ്പോൾ എത്രയാവുന്നു, 2 ആവുന്നു. ഓക്കെ, ഇത് 2 ആയതിനു ശേഷം നമ്മളിങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു ഫസ്റ്റ് ഇറ്ററേഷൻ കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ വീണ്ടും ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഇത് ട്രൂ ആണോ, കണ്ടീഷൻ ട്രൂ ആണോ അല്ലയോ. അപ്പോൾ ഈ കേസിൽ ഐയുടെ വാല്യൂ 2 ആയി കഴിഞ്ഞു ഇൻക്രിമെൻറ്റിന് ശേഷം. അപ്പോൾ 2 < 10 ആണോ, < 10 ആണ് അല്ലേ, ട്രൂ ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടേക്ക് വരുന്നു, സം കാണുന്നു. സം എത്രയാണ് വരുന്നത്, സം 3 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ സം 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അത് സെക്കൻഡ് ഇറ്ററേഷനാണ്. സെക്കൻഡ് ഇറ്ററേഷനിൽ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടേക്ക് വരുന്നു, ഇതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ 2 എന്നുള്ളത് 3 ആവുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇവിടേക്ക് വരുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഐയുടെ വാല്യൂ 3 ആണ്. 3 < 10 ആണോ, ട്രൂ ആണ് അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. 3യും സമ്മിൻ്റെ വാല്യൂ 3 ആണ്. 3 ഐയുടെ വാല്യൂ 3 ആണ്. 3 ആണ്. 3 + 3 6 ആയി സം അല്ലേ. അങ്ങനെ അപ്പോൾ ഇത് തേർഡ് ഇറ്ററേഷൻ കഴിയുമ്പോൾ ഇതെന്തായി, 3 + 1 4 ആയി. ഓക്കെ, ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുകയാണ്, 4 < 10 ആണോ, ട്രൂ ആണ്. അങ്ങനെ എത്ര വരെ നോക്കുന്നു, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. അവസാനത്തെ ഇറ്ററേഷനിൽ, അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നതിന് മുമ്പുള്ള ഇറ്ററേഷനിലുള്ള സമ്മിൻ്റെ വാല്യൂ എന്തോ ആണ്, അതാണ് നമുക്കിവിടെ കിട്ടുന്നത് സമ്മായിട്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിൻ്റ് ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് 3 പാർട്ട്, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷൻ, അപ്ഡേഷൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ എക്സിക്യൂട്ട് ആവുന്നത് ഈ പോർഷനാണ്. അതിനോട് അനുബന്ധിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഇറ്ററേഷൻ എലമെൻറ്റിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ഇറ്ററേഷൻ അങ്ങനെ ചെയ്യുന്നു. ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നവരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഫോൾസ് ആകുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ട് ഈ കർലി ബ്രേസസിന് താഴെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ കൊടുത്തിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം വേറൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.